അന്തരീക്ഷത്തെ പറ്റി നോക്കാം. അന്തരീക്ഷം ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് അറിയപ്പെടുന്നത് അന്തരീക്ഷം എന്നാണ്. ഇപ്പൊ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലത്തെയാണ് ഭൗമാന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുപ്പായിരിക്കും. അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുപ്പായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് ചന്ദ്രനിലെ ആകാശം എപ്പോഴും കറുത്ത നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ മുഖ്യ ഘടകങ്ങളാണ് വിവിധതരം വാതകങ്ങൾ, ജലബാഷ്പം, പൊടിപടലങ്ങൾ. അപ്പൊ അന്തരീക്ഷത്തിലെ മുഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? വിവിധതരം വാതകങ്ങളുണ്ട്, ജലബാഷ്പം, പൊടിപടലങ്ങൾ എന്നിവയെല്ലാം അന്തരീക്ഷത്തിലെ മുഖ്യ ഘടകങ്ങളാണ്. അന്തരീക്ഷത്തിലെ മുഖ്യ ഘടകങ്ങളെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. അന്തരീക്ഷത്തിലെ മുഖ്യ ഘടകങ്ങളെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഭൂഗുരുത്വമാണ്. അടുത്തത് അന്തരീക്ഷത്തിലെ വാതകങ്ങളെ പറ്റി നോക്കാം. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അപ്പൊ എന്താണ്? അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പൊ ഉയരം കൂടുന്തോറും സ്റ്റേറ്റ്മെന്റൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ്. ചോദിച്ചിട്ടുള്ളതാണ്. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം എന്താണ്? ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അന്തരീക്ഷത്തിൽ 50% അടങ്ങിയിരിക്കുന്ന വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും. അന്തരീക്ഷത്തിൽ 99% അടങ്ങിയിരിക്കുന്നത് നൈട്രജനും ഓക്സിജനുമാണ്. ബാക്കി 1% മാത്രമാണ് മറ്റുള്ള വാതകങ്ങൾ. ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിൽ വരെ മാത്രമേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പത്തിന്റെയും സാന്നിധ്യമുള്ളൂ. അപ്പൊ എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിൽ വരെ മാത്രമേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലബാഷ്പത്തിന്റെയും സാന്നിധ്യമുള്ളൂ. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഭൂമിയുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് മൂലമാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൂമിയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൂമിയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അലസവാതകങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ആർഗൺ ആണ്. അലസവാതകങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ്? ആർഗൺ ആണ്. മറ്റ് അലസവാതകങ്ങൾ നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ എന്നിവയാണ്. മറ്റ് അലസവാതകങ്ങൾ ഏതൊക്കെയാണ്? നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന വാതകമാണ് ഓസോൺ. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന വാതകം ഏതാണ്? ഓസോൺ ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് കീലിംഗ് കർവാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏതാണ്? കീലിംഗ് കർവാണ്. കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ആരാണ്? ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. 78.08% നൈട്രജൻ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. 79% എന്ന് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം. ഓക്സിജൻ 20.95% 21% നമുക്ക് പറയാം.
അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, 78.08%, അല്ലെങ്കിൽ 79%. ഓക്സിജൻ 21% അല്ലെങ്കിൽ 20.95. ആർഗൺ 0.93%. ആർഗണിന്റെ അളവ് എത്രയാണ്? 0.93%. കാർബൺ ഡൈ ഓക്സൈഡ് 0.037%. 0.037%. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി പ്രധാന അന്തരീക്ഷവാതകങ്ങളെ പറ്റി ഒന്ന് നോക്കാം. നൈട്രജൻ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏറ്റവും സമൃദ്ധമായ വാതകമാണ്. ഓക്സിജനുമായി നേർപ്പിക്കുന്ന ഘടകമായി പ്രവർത്തിക്കുകയും ജീവിതത്തിന് നിർണായക പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. നൈട്രജന്റെ ധർമ്മം എന്താണ്? ജീവിതത്തിന് നിർണായകമായ പോഷകങ്ങൾ നൽകുന്നു. ഏറ്റവും സമൃദ്ധമായിട്ടുള്ള വാതകമാണ്. ഇനി ഓക്സിജന്റെ ധർമ്മം എന്താണ്? മനുഷ്യന്റെ ശ്വസനത്തിനും മിക്ക ജീവശാസ്ത്രപരമായ ജീവിതത്തിനും ഓക്സിജൻ ആവശ്യമാണ്. മനുഷ്യന്റെ ശ്വസനത്തിനും മിക്ക ജീവശാസ്ത്രപരമായ ജീവിതത്തിനും അത്യാവശ്യമാണ്. ആർഗൺ അന്തരീക്ഷത്തിന്റെ സ്ഥിരതയ്ക്ക് കാരണമാകുന്ന ഒരു നിഷ്ക്രിയ വാതകമാണ്. ആർഗൺ അന്തരീക്ഷത്തിന്റെ സ്ഥിരതയ്ക്ക് കാരണമാകുന്ന ഒരു നിഷ്ക്രിയ വാതകം. കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്ന താപത്തെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു നിർണായക ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്ന താപത്തെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു നിർണായക ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ജലനീരാവി താപനില ഈർപ്പം അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഇത് ഹരിതഗൃഹ പ്രഭാവത്തിനും കാരണമാകുന്നുണ്ട്. ജലനീരാവിയും ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകും. എങ്ങനെ? താപനില ഈർപ്പം അനുസരിച്ച് ഇവയുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ ട്രേസ് വാതകങ്ങൾ മീഥേൻ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സെനോൺ, ഓസോൺ എന്നിവ ഉൾപ്പെടുന്നു. ഇവ വ്യാപ്തത്തിൽ ചെറുതാണെങ്കിലും പലപ്പോഴും കാലാവസ്ഥയ്ക്ക് പ്രധാനമാണ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നതാണ് എയറോസോളുകൾ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എയറോസോളുകൾ എന്നാണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് അടുത്താണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് എവിടെയാണ്? ഭൗമോപരിതലത്തിനോട് അടുത്താണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്ന മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ. എന്താണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, കാട്ടുതീ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചാരം. അപ്പൊ ഏതൊക്കെ രീതിയിലൂടെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, കാട്ടുതീ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചാരം. ധൂളീകണങ്ങൾ അന്തരീക്ഷത്തിന്റെ ഉയരത്തിൽ എത്തിച്ചേരാൻ കാരണമാകുന്ന പ്രക്രിയയാണ് താപസംവഹനം. ധൂളീകണങ്ങൾ അന്തരീക്ഷത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കാരണമാകുന്ന പ്രക്രിയയാണ് താപസംവഹനം. ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വീശുന്ന വരണ്ട കാറ്റുമൂലം ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതൽ കാണപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ്? ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വീശുന്ന വരണ്ട കാറ്റ് മൂലം ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതൽ കാണപ്പെടുന്നു. അപ്പൊ എവിടെയാണ് പൊടിപടലങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ്. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം. ചൂടിന്റെ വേരിയേഷൻ മൂലം അതിന് എപ്പോഴും അത് വ്യത്യാസപ്പെട്ടിരിക്കും. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലെ ഘടകമാണ് ജലബാഷ്പം. ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ. ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും ജലാംശത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ്
കുറഞ്ഞു വരുന്നു. അപ്പൊ ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ജലാംശത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. കാലഭേദങ്ങൾ, അതായത് തണുപ്പ്, ധ്രുവ പ്രദേശങ്ങളിൽ തണുപ്പാണ്. തണുപ്പ് ഉള്ള പ്രദേശങ്ങളില് ഇവാപ്പറേഷൻ കുറവായിരിക്കും. അന്തരീക്ഷത്തിലെ ജലാംശം കുറവ്. ചൂടുള്ള ഭാഗങ്ങളിലാണ് കൂടുതലും ഈ നീരാവി ഉണ്ടാവുക, അന്തരീക്ഷത്തിലോട്ട് ജലം എത്തിച്ചേരുകയും ചെയ്യുന്നത്. കാലദേശ ഭേദങ്ങൾക്ക് അനുസൃതമായി അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിൽ വ്യത്യാസം കണ്ടുവരുന്നു. കാലദേശ ഭേദങ്ങൾക്ക് അനുസൃതമായി അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിൽ വ്യത്യാസം കണ്ടുവരുന്നു. ജലാംശം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? സൂര്യതാപം, സസ്യസ്വേദനം, ശ്വസനം എന്നിവയിലൂടെയാണ് ജലാംശം അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയൊക്കെയാണ്? സൂര്യതാപം, സസ്യസ്വേദനം, ശ്വസനം എന്നീ മാർഗങ്ങളിലൂടെ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത്. അപ്പൊ മഴയുണ്ടാകുന്നത് എങ്ങനെയാണ്? ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു. ഇവിടങ്ങളില് ജലാംശം എങ്ങനെയാണ്? കൂടുതലായിരിക്കും. ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. അപ്പം അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടത്തെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും. അതായത് ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി നല്ല രീതിയിൽ കാണും, ജലാംശം കൂടുതലായിട്ട് കാണും. ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലും ജലാംശം കൂടുതലായിരിക്കും. ഇനി ആർദ്രത നോക്കാം. അന്തരീക്ഷ വായുവിലെ ജലബാഷ്പത്തിന്റെ സാന്നിധ്യം അറിയപ്പെടുന്നത് ആർദ്രത. അന്തരീക്ഷ വായുവിലെ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി എന്നിവ. അപ്പൊ അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനില, ജലലഭ്യത, അന്തരീക്ഷ സ്ഥിതി. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ആർദ്രത മാപിനി അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ആർദ്രത മാപിനി. അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിന്റെ അളവാണ് കേവല ആർദ്രത അഥവാ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിന്റെ അളവാണ് കേവല ആർദ്രത അഥവാ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിട്ടുള്ള ബാഷ്പത്തിന്റെ ഭാരമാണ് കേവല ആർദ്രത. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിട്ടുള്ള ബാഷ്പത്തിന്റെ ഭാരമാണ് കേവല ആർദ്രത. കേവല ആർദ്രത കണക്കാക്കുന്നത് ഒരു ഘനമീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന തോതിലാണ്. അതായത് ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കേവല ആർദ്രത കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു ഘനമീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന തോതില്, ഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ എന്താണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവുമാണ് അവ രണ്ടും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ ആപേക്ഷിക ആർദ്രത എത്രയായിരിക്കും? 50% ആയിരിക്കും. 50%. അപ്പൊ എന്താണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ ആപേക്ഷിക ആർദ്രത 50% ആയിരിക്കും. വരണ്ട വായുവിൽ ആപേക്ഷിക ആർദ്രത കുറവായിരിക്കും. വരണ്ട വായുവിൽ ആപേക്ഷിക ആർദ്രത എങ്ങനെയാണ്? കുറവായിരിക്കും. ആപേക്ഷിക ആർദ്രത ഏകദേശം 40% താഴെയാകുമ്പോൾ ചർമ്മം വരണ്ടതായിട്ട് അനുഭവപ്പെടുന്നു. ആപേക്ഷിക ആർദ്രത 40% താഴെയാകുമ്പോൾ ചർമ്മം വരണ്ടതായിട്ട് നമുക്ക്
അനുഭവപ്പെടുന്നത്. ആപേക്ഷിക ആർദ്രതയുടെ ഏറ്റവും കൂടിയ മൂല്യം 1 കുറഞ്ഞ മൂല്യം 0 ആപേക്ഷിക ആർദ്രതയുടെ ഏറ്റവും കൂടിയ മൂല്യം 1 കുറഞ്ഞ മൂല്യം 0 താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവും താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലുമായിരിക്കും. അപ്പൊ താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവായിരിക്കും. താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലായിരിക്കും. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. എങ്ങനെയാണ്? ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ എങ്ങനെയാണ്? താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതുമാണ്. അപ്പൊ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. ഇനി ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്ന ഉപകരണമാണ് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്ന ഉപകരണം ഏതാണ്? വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഒരു നിശ്ചിത ഊഷ്മാവിൽ പരമാവധി ഈർപ്പം ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിനെ പറയുന്നതാണ് പൂരിത വായു. ഒരു നിശ്ചിത ഊഷ്മാവിൽ പരമാവധി ഈർപ്പം ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിനെ പറയുന്നത് എന്താണ്? പൂരിത വായു. ഒരു നിശ്ചിത താപനിലയുള്ള വായുവിന് ഒരു നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവാണ് പൂരിതാങ്കം. ഒരു നിശ്ചിത താപനിലയുള്ള വായുവിന് ഒരു നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവാണ് പൂരിതാങ്കം എന്ന് പറയുന്നത്. വായു നീരാവിയാൽ പൂരിതമാക്കപ്പെടുമ്പോൾ ഉള്ള താപനിലയാണ് ഹിമാങ്കം അഥവാ തുഷാരാങ്കം എന്ന് പറയുന്നത്. വായു നീരാവിയാൽ പൂരിതമാക്കപ്പെടുമ്പോൾ ഉള്ള താപനിലയാണ് ഹിമാങ്കം അഥവാ തുഷാരാങ്കം. ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരാങ്കം. ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരാങ്കം എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ. അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ. അടുത്തത് ബാഷ്പീകരണം. അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ബാഷ്പീകരണം. അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ജലം ബാഷ്പീകരിച്ചാണല്ലോ നീരാവിയാവുന്നത്. ബാഷ്പീകരണം. ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വരണ്ട വായുവിൽ ബാഷ്പീകരണം, ട്രാൻസ്പിറേഷൻ എന്നീ പ്രക്രിയകൾ കൂടുതലായിരിക്കും. വരണ്ട വായുവില് ബാഷ്പീകരണം, ട്രാൻസ്പിറേഷൻ എന്നീ പ്രക്രിയകൾ കൂടുതലായിരിക്കും. ജലം നീരാവിയായി മാറാൻ തുടങ്ങുന്ന ഊഷ്മാവിന് പറയുന്നതാണ് ബാഷ്പീകരണ ലീനതാപം. ജലം നീരാവിയായി മാറാൻ തുടങ്ങുന്ന ഊഷ്മാവാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. അടുത്തത് ഖനീകരണം നോക്കാം. ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം. അപ്പൊ എങ്ങനെയാണ്? ബാഷ്പീകരണത്തിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം. ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം. ഖനീകരണത്തിന് വ്യത്യസ്ത രൂപങ്ങളാണ് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ. അപ്പൊ ഖനീകരണത്തിന് വ്യത്യസ്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവയൊക്കെ ഖനീകരണത്തിന്റെ ഓരോ വ്യത്യസ്ത രൂപങ്ങളാണ്. നീരാവി പൂരിത വായു തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്ന ജലകണമാണ് തുഷാരം അഥവാ ഡ്യൂ. നീരാവി പൂരിത വായു തണുത്ത പ്രതലങ്ങളിൽ സ്പർശിക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്ന ജലകണമാണ് തുഷാരം അഥവാ ഡ്യൂ എന്ന് പറയുന്നത്. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും ജലതുള്ളികളായി കാണപ്പെടുന്നത് തുഷാരമാണ്. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും ജലതുള്ളികളായി കാണപ്പെടുന്നത് എന്താണ്? തുഷാരമാണ്. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിനു പകരം രൂപപ്പെടുന്ന നേർത്ത ഹിമകണങ്ങളാണ് ഹിമം
അഥവാ ഫ്രോസ്റ്റ് എന്ന് പറയും. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ. എങ്ങനെയാണ്? ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം രൂപപ്പെടുന്ന നേർത്ത ഹിമകണങ്ങളാണ് ഹിമം എന്ന് പറയുന്നത്. ഹിമം 0°C താഴെയാവുന്ന സന്ദർഭങ്ങളിൽ. ഭൗമോപരിതലത്തിന് മുകളിൽ നീരാവി ഘനീഭവിച്ച് പുക പോലെ നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫോഗ്? ഭൗമോപരിതലത്തിന് മുകളിൽ നീരാവി ഘനീഭവിച്ച് പുക പോലെ നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്ന് പറയും. ചൂടുള്ള വായുവിന് തണുത്ത വായുവിനേക്കാൾ കൂടുതൽ നീരാവി ഉൾക്കൊള്ളാൻ കഴിയും. ഈ വായു തണുക്കുമ്പോൾ അതിന്റെ ആപേക്ഷിക ആർദ്രത ഉയരുന്നു. പലപ്പോഴും പ്രഭാതത്തിൽ 100% എത്തുന്നു. ഇത് മഞ്ഞ് അല്ലെങ്കിൽ മൂടൽമഞ്ഞിലേക്ക് നയിക്കുന്നു. അപ്പൊ മൂടൽമഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചൂടുള്ള വായുവിന് തണുത്ത വായുവിനേക്കാൾ കൂടുതൽ നീരാവി ഉൾക്കൊള്ളാൻ കഴിയും. ചൂടുള്ള വായുവിന് തണുത്ത വായുവിനേക്കാൾ കൂടുതൽ നീരാവി ഉൾക്കൊള്ളാൻ കഴിയും. വായു തണുക്കുമ്പോൾ അതിന്റെ ആപേക്ഷിക ആർദ്രത ഉയരുന്നു. വായു തണുക്കുമ്പോൾ അതിന്റെ ആപേക്ഷിക ആർദ്രത ഉയരുന്നു. പലപ്പോഴും പ്രഭാതത്തിൽ 100% എത്തുന്നു. പലപ്പോഴും പ്രഭാതത്തിൽ ഇത് 100%-ഓളം എത്തുന്നു. ഇത് മഞ്ഞ് അല്ലെങ്കിൽ മൂടൽ മഞ്ഞിലേക്ക് നയിക്കുന്നു. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിൽ കുറവാണെങ്കിൽ അത് കനത്ത മൂടൽമഞ്ഞ് എന്നറിയപ്പെടുന്നു. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിൽ കുറവാണെങ്കിൽ കനത്ത മൂടൽമഞ്ഞ് എന്ന് പറയുന്നു. ഫോഗ് എന്ന് പറയും. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ അധികമാണെങ്കിൽ അതിന് നേർത്ത മൂടൽമഞ്ഞ് എന്ന് പറയും. മിസ്റ്റ്. നേർത്ത മൂടൽമഞ്ഞ് മിസ്റ്റ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ അധികമാണെങ്കിൽ അത് അറിയപ്പെടുന്നത് നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് എന്ന് പറയും. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും സംയോജിച്ച് ഉണ്ടാകുന്ന രൂപമാണ് പുകമഞ്ഞ് അഥവാ സ്മോഗ്. സ്മോക്കും ഫോഗും കൂടെ ചേർന്ന് സ്മോഗ്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും സംയോജിച്ചുണ്ടാകുന്ന രൂപമാണ് പുകമഞ്ഞ് അഥവാ സ്മോഗ്. കേരളത്തിൽ സ്മോഗ് ഉണ്ടാകുന്ന പട്ടണമാണ് ആലുവ. സ്മോഗ് ഉണ്ടാകുന്ന പട്ടണം ഏതാണ്? ആലുവയാണ്. ഇനി മേഘങ്ങൾ നോക്കാം. അടുത്തത് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. മേഘങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിക്കുന്നു. അങ്ങനെയാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ജലബാഷ്പം ഉയരുമ്പോഴും തണുക്കുമ്പോഴും ഘനീഭവിക്കുമ്പോഴും സാധാരണയായി വായു ഉയരുമ്പോഴോ പർവ്വതങ്ങൾ ഉയരുമ്പോഴോ അല്ലെങ്കിൽ കാലാവസ്ഥാ മുന്നണികൾ മൂലമോ മേഘങ്ങൾ രൂപം കൊള്ളുന്നു. കാലാവസ്ഥയിൽ അവ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. താഴ്ന്നതും കട്ടിയുള്ളതുമായ മേഘങ്ങൾ, അതായത് സ്ട്രാറ്റസ് പോലുള്ളവ, താഴ്ന്നതും കട്ടിയുള്ളതുമായ മേഘങ്ങൾ സ്ട്രാറ്റസ് പോലുള്ളവ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് ഭൂമിയെ തണുപ്പിക്കുന്നു. അതേസമയം ഉയർന്നതും നേർത്തതുമായ മേഘങ്ങൾ സിറസ് പോലുള്ളവ താപത്തെ പിടിച്ചു നിർത്തുന്നു. മിക്ക മേഘങ്ങളും ട്രോപ്പോസ്ഫിയറിലാണെങ്കിലും സ്ട്രാറ്റോസ്ഫിയറിലും പോളാർ സ്ട്രാറ്റോസ്ഫെറിക് മിസോസ്ഫിയറിലും നൊക്ടിലൂസന്റ് പ്രത്യേക മേഘങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ കൂടുതൽ മേഘങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിലും ട്രോപ്പോസ്ഫിയറിലാണെങ്കിലും സ്ട്രാറ്റോസ്ഫിയറിലും മെസോസ്ഫിയറിലും മേഘങ്ങൾ കാണപ്പെടുന്നുണ്ട്. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? നെഫോളജിയാണ്. ഭൂമിയുടെ 50% എപ്പോഴും മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ 50% എപ്പോഴും മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ കാരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏകദേശം എത്രയാണ്? 0.001 സെന്റിമീറ്ററിൽ താഴെയാണ്. അപ്പൊ മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള കാരണം എന്താണ്? മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം എത്രയാണ്? 0.001 സെന്റിമീറ്ററിൽ താഴെയായതുകൊണ്ടാണ്.
മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലൂക്ക് ഹവാൾഡ് ആണ്. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂക്ക് ഹവാൾഡ് ആണ്. അടുത്തത് നമുക്ക് ഓരോ മേഘങ്ങളെ പറ്റി നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഘങ്ങളെ നോക്കാം. സിറസ് മേഘങ്ങൾ. ആദ്യം സിറസ് മേഘങ്ങൾ. 8,000 മീറ്റർ മുതൽ 12,000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അപ്പൊ സിറസ് മേഘങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? 8,000 മീറ്റർ മുതൽ 12,000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അപ്പൊ സിറസ് മേഘങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് പകല് വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. സിറസ് മേഘങ്ങൾ വളരെ ഉയരത്തിൽ എല്ലായ്പ്പോഴും വെളുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. വളരെ ഉയരത്തിൽ എല്ലായ്പ്പോഴും വെളുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അടുത്തത് ക്യൂമുലസ് മേഘങ്ങൾ. 4,000 മീറ്റർ മുതൽ 7,000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. അപ്പൊ ക്യൂമുലസ് മേഘങ്ങൾ എത്ര ഉയരത്തിലാണ് കാണപ്പെടുന്നത്? 4,000 മീറ്റർ മുതൽ 7,000 മീറ്റർ വരെ. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. ഈ പടം കണ്ടാൽ അറിയാം, കോളിഫ്ലവറിന്റെ ആകൃതിയിൽ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു അല്ലെ? പഞ്ഞി വെച്ചിരിക്കുന്ന പോലെയാണ് കണ്ടാ തോന്നുക. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യൂമുലസ് മേഘങ്ങളാണ്. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. അപ്പൊ പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ക്യൂമുലസ് മേഘങ്ങളാണ്. ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽക്കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. അപ്പൊ എങ്ങനെയാണ്? ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാലും ക്യൂമുലസ് ആണ്. പരന്ന അടിഭാഗത്തോടു കൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാലും ക്യൂമുലസ് ആണ്. പരന്ന അടിഭാഗത്തോടു കൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാലും ക്യൂമുലസ് മേഘങ്ങളാണ്. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ അറിയപ്പെടുന്നത് മൂടൽ മഞ്ഞ് എന്നാണ്. അപ്പൊ ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ അറിയപ്പെടുന്നത് മൂടൽ മഞ്ഞാണ്. അപ്പൊ മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രാറ്റസ് മേഘമാണ്. മോശമായ കാലാവസ്ഥയിലും മഴ ചാറ്റലുള്ള അവസരങ്ങളിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പൊ എങ്ങനെയാണ്? മോശമായ കാലാവസ്ഥയിലും മഴ ചാറ്റലുള്ള അവസരങ്ങളിലും കാണപ്പെടുന്ന മേഘങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അടുത്തത് നിംബസ് മേഘങ്ങൾ നോക്കാം. നിംബസ് മേഘങ്ങൾ ഇതുപോലെ ഇരുണ്ട് കാണപ്പെടും. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പൊ എങ്ങനെയാണ്? സൂര്യപ്രകാശത്തെ കടത്തിവിടത്തില്ല, ഇരുണ്ട നിറത്തില് കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇത് കണ്ടില്ലേ? കറുത്തിരുണ്ട് ഇങ്ങനെ കാണപ്പെടും. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. ഇടിമേഘങ്ങൾ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പേ ആകാശത്ത് കാണപ്പെടുന്ന, നമ്മളെല്ലാവരും കാണുന്നതാണ്, ആകാശത്ത് കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ എന്ന് ചോദിച്ചാൽ നിംബസ് മേഘങ്ങളാണ്. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ എന്ന് ചോദിച്ചാൽ നിംബസ് മേഘങ്ങളാണ്. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ എന്ന് ചോദിച്ചാലും നിംബസ് മേഘങ്ങളാണ്. തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയത്തിന് കാരണം സിറോസ്ട്രാറ്റസ് മേഘമാണ്. തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണുന്ന മഞ്ഞ വലയത്തിന് കാരണം എന്താണ്? സിറോസ്ട്രാറ്റസ് മേഘമാണ്.
നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണപ്പെടുന്ന മേഘങ്ങൾ അൾട്രോസ്ട്രാറ്റസ് ആണ്. നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ആൾട്ടോ സ്ട്രാറ്റസ് ആണ്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്നതാണ് ആൾട്ടോ ക്യുമുലസ്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ആൾട്ടോ ക്യുമുലസ് ആണ്. കൊടുങ്കാറ്റിന്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ആൾട്ടോ ക്യുമുലസ് ആണ്. കൊടുങ്കാറ്റിന്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങൾ ആൾട്ടോ ക്യുമുലസ് ആണ്. വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് എയർ പോക്കറ്റുകൾ എന്നാണ്. എയർ പോക്കറ്റുകൾ. വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എയർ പോക്കറ്റുകൾ. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിന്റെ ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങളാണ് കോൺട്രിയൽസ്. അപ്പൊ ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിന്റെ ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? കോൺട്രിയൽസ് എന്നാണ്. കോൺട്രിയൽ മേഘങ്ങൾ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? ബ്രൗൺ ക്ലൗഡ് ആണ്. ബ്രൗൺ ക്ലൗഡ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ആ ഒരു മേഘങ്ങൾ ബ്രൗൺ ക്ലൗഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങളാണ് കൂൺ മേഘങ്ങൾ. കൂൺ മേഘങ്ങൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങൾ ഏതൊക്കെയാണ്? കൂൺ മേഘങ്ങളാണ്. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ബാനർ മേഘങ്ങൾ. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബാനർ മേഘങ്ങൾ എന്നാണ്. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെന്റിക്യുലർ മേഘങ്ങൾ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെന്റിക്കുലാർ മേഘങ്ങൾ. ലെൻസ് ലെന്റിക്കുലാർ. താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യൂമുലസ് മേഘങ്ങളുടെ നിരയാണ് ക്ലൗഡ് സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത്. താഴ്ന്ന് വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യൂമുലസ് മേഘങ്ങളുടെ നിരയാണ് ക്ലൗഡ് സ്ട്രീറ്റ്സ്. അപ്പൊ അത്രയാണ് അന്തരീക്ഷത്തെ പറ്റിയുള്ളത്. ഇനി അന്തരീക്ഷ പാളികളുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ.